ദുശകനം വിടാതെ കാന്താര 2 ഷൂട്ട് തുടങ്ങിയപ്പോൾ മുതൽ മരണങ്ങൾ, സെറ്റ് തകർച്ച, വാഹനാപകടം. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സിനിമാ ലോകത്തെ സംസാരം ഇപ്പോൾ കാന്താര 2 ആണ്. ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കഷ്ടകാലമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിത്രം നിരന്തരമായി വാർത്തകളിൽ നിറയുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി സിനിമയെ വിട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകട വാർത്തകളും കേസുകളും ദുരൂഹമായി അവശേഷിക്കുകയാണ്. ഈ വർഷം ഒക്ടോബർ 2-നായിരുന്നു കാന്താര 2വിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. അതിലും ഇനി മാറ്റം വരുമോ എന്നാണ് സംശയം. 2022-ൽ പുറത്തിറങ്ങി ഇന്ത്യയെമ്പാടും വൻ വിജയമായി ആഘോഷിച്ച ചിത്രമാണ് കാന്താര. ഇതിന്റെ രണ്ടാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ 1. സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ ചിത്രം പലവിധ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ചിത്രത്തിന്റെ ഭാഗമായ 3 പേരാണ് ഇതിനോടകം ജീവൻ വെടിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഭാഗമായിരുന്ന മലയാളിയും മിമിക്രി കലാകാരനുമായ വിജു VK ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞത്. ചിത്രീകരണം പുരോഗമിക്കുന്ന ബംഗളൂരിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം 2 ആഴ്ച മുമ്പാണ് കാന്താര ചാപ്റ്റർ 1-ൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ താരം രാകേഷ് പൂജാരിയും ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. 33-കാരനായ രാകേഷിനും ഹൃദയാഘാതം ഉണ്ടായി എന്നതും ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒന്നാണ്. ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ മാസമാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ വൈക്കം സ്വദേശിയായ യുവാവ് ഉടുപ്പി ജില്ലയിലെ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചത്. മെയ് 6-നായിരുന്നു ആ സംഭവം നടന്നത്. തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിലും അഭിനയിച്ചിരുന്നു. കപിലിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. കാന്താരയുടെ ചിത്രീകരണത്തിനിടെ ഇതിനു മുമ്പും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു. നവംബറിലായിരുന്നു മുതൂരിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങിയ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കേൽക്കാത്തത് വലിയ ആശ്വാസമായിരുന്നു. ഇതിനു പിന്നാലെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച പലതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നതും വാർത്തയായിരുന്നു. അതിനു പിന്നാലെയാണ് കാന്താര സെറ്റിലെ ബോട്ട് അപകടവും വലിയ വാർത്തയായി മാറിയത്. ഇപ്പോഴിതാ ആ ബോട്ട് അപകടത്തിന്റെ വിശദീകരണവുമായി നിർമ്മാതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ബോട്ട് മറിഞ്ഞപ്പോൾ ഋഷഭ് ഷെട്ടിയും മറ്റു 30 ജീവനക്കാരും ബോട്ടിൽ ഉണ്ടായിരുന്നുവെന്നും അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നും മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബോട്ട് മറിഞ്ഞപ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആദർശ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ബോട്ട് മറിഞ്ഞത്. സംഭവം നടക്കുമ്പോൾ ചുറ്റും ആരും ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ആർക്കും പരിക്കില്ലെന്നും ആദർശ് പറയുന്നുണ്ട്. മാത്രമല്ല ബോട്ട് പശ്ചാത്തലത്തിൽ മാത്രമാണെന്നും സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമല്ലെന്നും ആദർശ് പരാമർശിച്ചു. ബോട്ട് മറിഞ്ഞപ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ല, അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ശക്തമായ മഴയും കാറ്റും കാരണമാണ് പശ്ചാത്തലമായി ഉപയോഗിച്ചിരുന്ന കപ്പൽ മറിഞ്ഞത്. എന്നാൽ ആ സമയത്ത് സമീപത്ത് ആരുമില്ലാതിരുന്നതിനാൽ ആളാഭയമോ ജീവനക്കാർക്ക് പരിക്കുകളോ ഉണ്ടായില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അപകടത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചതായ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വളരെ അകലെയാണ് സംഭവം നടന്നതെന്നും അതിനാൽ ഷെഡ്യൂൾ പ്രകാരം ചിത്രീകരണം തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും കാന്താരയുടെ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.